तिरंगा प्यारा झंडा ऊंचा रहे हमारा। परेड वैश्रम। AICC ആസ്ഥാനത്ത് നടത്തിയ സ്വാതന്ത്ര്യാഘോഷ പരിപാടിയിലാണ് ഈ ഒരു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. AICC ആസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള സ്വാതന്ത്ര്യാഘോഷ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. സോണിയാഗാന്ധി അടക്കം കൈ കാണിച്ച് വന്ദേ മാതരം പാടുന്നത് പൂർണ്ണമായും പാടുന്നത് നിർത്താൻ ശ്രമിച്ചു എങ്കിലും ദേശീയഗീതം പൂർണ്ണമായും പാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിൽ ഒരു നാടകീയമായ സംഭവങ്ങളാണ് ഇത്തരത്തിൽ 80ാം സ്വാതന്ത്ര്യാഘോഷത്തിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യാഘോഷ പരിപാടിയിൽ അരങ്ങേറിയത്. പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യാഘോഷ പരിപാടിക്കിടെയാണ് പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേതാക്കളടക്കം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ഗാനം മുഴുവനായി പാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധി അടക്കമുള്ളവർ ഉള്ളപ്പോഴായിരുന്നു ഇവരെല്ലാം അതൃപ്തി രേഖപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായും ഗാനം ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്നടക്കം ആംഗ്യം കാണിക്കുന്നതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും മുഴുവനായി ഗാനം ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് അടക്കം സ്വീകരിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യാഘോഷ പരിപാടിക്കിടെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ അടക്കം വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സോണിയാഗാന്ധി അടക്കം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ഗാനം ആലപിക്കുന്നത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വലിയ രീതിയിൽ നാടകീയമായ സംഭവങ്ങളാണ് സ്വാതന്ത്ര്യാഘോഷത്തിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യാഘോഷ പരിപാടിക്കിടെ ഉണ്ടായത്.
ഏതായാലും നാടകീയമായ സംഭവങ്ങളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി AICC ആസ്ഥാനത്തെ പരിപാടിക്കിടെ ഉണ്ടായിട്ടുള്ളത്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നിൽക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ മുഴുവനായും വന്ദേമാതരം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേതാക്കളടക്കം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ഈ ഗാനം മുഴുവനായി ആലപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിസ്മയ പ്രകാശ് ആയിരുന്നു വിവരങ്ങളുമായി. വിസ്മയ, ഇതൊരു സാങ്കേതിക പ്രശ്നമാണോ അതോ ഇത്തരത്തിൽ ഗാനം ആലപിക്കുകയായിരുന്നോ അതോ റെക്കോർഡ് ചെയ്ത ഒരു ഗാനമാണോ ഇത്തരത്തിൽ പൂർണ്ണമായി ആലപിച്ചത്? ഏതായാലും സോണിയാഗാന്ധി അടക്കം സ്റ്റോപ്പ് എന്ന് കൈകൊണ്ട് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും അതിനുശേഷവും ഈ ഒരു ഗാനം പൂർണ്ണമായും ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം കോൺഗ്രസിന്റെ അടക്കം ഒരു നിലപാടായിരുന്നു വന്ദേമാതരം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ആലപിക്കില്ല, മുഴുവനായി ആലപിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് AICC ആസ്ഥാനത്ത് നേതാക്കളടക്കമുള്ള പരിപാടിയിൽ മുഴുവനായി വന്ദേമാതരം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, 80ാം സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് എന്തായാലും കുറേയേറെ നാടകീയ രംഗങ്ങളാണ് പല ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇപ്പോൾ AICC ആസ്ഥാനത്താണ് ഇത്തരത്തിലൊരു നാടകീയ രംഗം സംഭവിച്ചിരിക്കുന്നത്. അതായത് വന്ദേമാതരം മുഴുവനായി ആലപിച്ചു. കോൺഗ്രസിന്റെ തന്നെ നയമായിരുന്നു വന്ദേമാതരം മുഴുവനായി ആലപിക്കില്ല എന്നുള്ള കാര്യം. രണ്ട് ഈരടി മാത്രമേ ആലപിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇത് വളരെ വിവാദമായതാണ്. എന്തായാലും ഈ AICC ആസ്ഥാനത്ത് ഇപ്പോൾ വന്ദേമാതരം മുഴുവനായി ആലപിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ വന്ദേമാതരം ആലപിക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായി ആലപിക്കുമ്പോൾ, ഈ ഒരു വിവാദമായ ആ ഒരു ഈരടികൾ ആലപിക്കുമ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അത് നിർത്താൻ വേണ്ടി സോണിയാഗാന്ധി അടക്കം ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് നിർത്താതെ ആ ഒരു വന്ദേമാതരം മുഴുവനായി ആലപിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒരു നാടകീയ രംഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഈ ഒരു ഈ ഒരു AICC ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ തന്നെ നയം മാറിയൊരു അവസ്ഥയാണ്. എന്തായാലും ഈ വന്ദേമാതരം ആലപിക്കരുതെന്ന് നേതാക്കൾ പറഞ്ഞിട്ട് പോലും ആ ഒരു വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും AICC ആസ്ഥാനത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ സോണിയാഗാന്ധി അടക്കം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയും അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നിൽക്കുന്ന കാണാം. എന്തായാലും വന്ദേമാതരം മുഴുവനായി ചൊല്ലിയിരിക്കുകയാണ് ഈ ഒരു AICC ആസ്ഥാനത്ത്. ശരി, എന്തായാലും നേതാക്കളടക്കം AICC നേതാക്കളടക്കം ഉള്ള ഒരു വേദിയിലാണ് ഇത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കിടെയാണ് ഈ ഒരു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു വന്ദേമാതരം ആലപിക്കില്ല, പൂർണ്ണമായി ആലപിക്കില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടിക്കിടെ ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോണിയാഗാന്ധി അടക്കം കൈ കാണിച്ചുകൊണ്ട് ഈ ഒരു ഗാനം മുഴുവനായി ആലപിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഈ ഒരു ഗാനം മുഴുവനായി ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഗാനം ആലപിച്ചതിൽ നേതാക്കളടക്കം അതൃപ്തി രേഖപ്പെടുത്തുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശമുണ്ടായിരുന്നു ഈ ഒരു വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം. വന്ദേമാതരവും ദേശീയ ഗീതവും ദേശീയഗാനവും ആലപിക്കുമ്പോൾ ദേശീയഗീതമായ വന്ദേമാതരം ആദ്യം ആലപിക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്രം നൽകുമ്പോഴും ഈ ഒരു ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസ് അടക്കമുള്ളവർ സ്വീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലടക്കം ഈ വന്ദേമാതരം ആലപിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാലും ഇപ്പോൾ എന്തായാലും AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കിടെയാണ് ഈ ഒരു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോണിയാഗാന്ധി അടക്കം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ഗാനം മുഴുവനായി ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.